ചേതനയുടെ പുണ്യ അവതാരമാണ് സംഘമെന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദി. വ്യക്തി നിർമ്മാണത്തിലൂടെയാണ് രാഷ്ട്രനിർമ്മാണം പൂർത്തിയാകുക. തുടക്കം മുതൽ തന്നെ രാഷ്ട്രഭക്തിയുടെയും സേവനത്തിന്റെയും പര്യായമായിരുന്നു സംഘമെന്നും മോദി പറഞ്ഞു. RSS ദശാബ്ദി ആഘോഷങ്ങളോടനുബന്ധിച്ച് കേന്ദ്ര സാംസ്കാരിക മന്ത്രാലയം സംഘടിപ്പിക്കുന്ന പരിപാടിയിൽ പ്രത്യേകം രൂപകൽപ്പന ചെയ്ത സ്മാരക സ്റ്റാമ്പും നാണയവും പ്രധാനമന്ത്രി പുറത്തിറക്കുകയുണ്ടായി. इस युग में संघ उसी अनादि राष्ट्र चेतना का पुण्य अवतार है। साथियों, यह हमारी पीढ़ी के स्वयंसेवकों का सौभाग्य है कि हमें संघ के शताब्दी वर्ष जैसा महान अवसर देखने को मिल रहा है। मैं आज इस अवसर पर राष्ट्र सेवा के संकल्प को समर्पित कोटि कोटि स्वयंसेवकों को शुभकामनाएं देता हूं, अभिनंदन करता हूं। मैं संघ के संस्थापक हम सभी के आदर्श परम पूज्य डॉक्टर हेडगेवार जी के चरणों में श्रद्धांजलि अर्पित करता हूं। ഐസൻ ജോസ് നൽകും കൂടുതൽ വിവരങ്ങൾ. ഐസൻ, ഈ രൂപീകരണ കാലം മുതൽ തന്നെ രാഷ്ട്രസേവനത്തിനായി ഒഴിഞ്ഞു വെച്ചിരിക്കുകയാണ് സംഘപ്രവർത്തകർ എന്ന് പറഞ്ഞുകൊണ്ടാണ് പ്രധാനമന്ത്രി പ്രസംഗം ആരംഭിച്ചത് തന്നെ. അദ്ദേഹം പറഞ്ഞത് എന്തൊക്കെയാണ്? സാംസ്കാരിക മന്ത്രാലയം സംഘടിപ്പിച്ച RSSന്റെ 100ാം വാർഷികം പ്രമാണിച്ചിട്ടുള്ള പ്രത്യേക പരിപാടിയിൽ ഏറെ വ്യത്യസ്തവും ഏറെ ആകർഷകവുമായ രീതിയിൽ, അല്ലെങ്കിൽ സംഘത്തിൻ്റെ പ്രവർത്തനങ്ങളെ ജനങ്ങൾക്ക് കൃത്യമായി ബോധ്യപ്പെടുത്തുന്ന രീതിയിലുള്ള മഹത്തായ ഒരു പ്രസംഗമായിരുന്നു പ്രധാനമന്ത്രിയുടെ ഭാഗത്തു നിന്നുണ്ടായത്. നമ്മൾ അദ്ദേഹത്തിൻ്റെ വാക്കുകളിൽ നിന്ന് നമ്മൾ കേട്ടു. ഇന്ന് അല്പസമയം മുമ്പാണ് നമ്മൾ അദ്ദേഹത്തിൻ്റെ പ്രസംഗങ്ങളിൽ കേട്ടത്. സഹസ്രാബ്ദങ്ങളായി വളർന്നു വരുന്ന ഭാരതത്തിൻ്റെ ശ്രേഷ്ഠമായൊരു സംസ്കാരത്തിൻ്റെ ഒരു പുനരുദ്ധാരണമാണ്, അല്ലെങ്കിൽ പുനരുദ്ധാനമാണ് സംഘത്തിൻ്റെ പ്രവർത്തനമെന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ വാക്കുകൾ. ഏറ്റവും പ്രത്യക്ഷവും ഏറ്റവും ആകർഷണീയവുമായ അദ്ദേഹത്തിൻ്റെ വാക്കുകളിൽ പ്രധാനപ്പെട്ടത് അവസാനിക്കാത്ത രാഷ്ട്രചേതനയുടെ പുണ്യ അവതാരമാണ് RSS അഥവാ സംഘം എന്ന് അദ്ദേഹം വളരെ കൃത്യമായി പറയുന്നുണ്ട്. സംഘത്തിൻ്റെ 100ാം വർഷം ആഘോഷങ്ങൾ കാണാൻ സാധിച്ചതിൽ ഏറെ സന്തോഷവാനാണ് താനെന്നും ആ കാര്യത്തിൽ നമ്മളെല്ലാവരും ഭാഗ്യവാന്മാരെന്നും അദ്ദേഹം പറഞ്ഞു. അതുപോലെ തന്നെ ഹെഡ്ഗേവാറിൻ്റെ പാദങ്ങളിൽ പ്രണാമം അർപ്പിച്ചുകൊണ്ട് അദ്ദേഹം സംസാരിച്ചു തുടങ്ങുമ്പോൾ കൃത്യമായും പറഞ്ഞത്, ഒരു നദി എങ്ങനെയാണോ ഒരു വിവിധ മേഖലകളിൽ അതിൻ്റെ കൃത്യമായി വെള്ളം എത്തിച്ച് സമ്പുഷ്ടമാക്കുന്നത്, അതുപോലെയാണ് സംഘം പ്രവർത്തിക്കുന്നത്. വിവിധ മേഖലകളിൽ, അതായത് വിഭാഗീയതകളില്ലാതെ വിവിധ മേഖലകളിൽ, അത് വനവാസി കല്യാണ കേന്ദ്രമായിരിക്കാം, അല്ലെങ്കിൽ മറ്റു ബന്ധപ്പെട്ട കേന്ദ്രങ്ങളായിരിക്കാം, തൊഴിലാളി വിഭാഗങ്ങളായിരിക്കാം, അത്തരത്തിൽ എല്ലാ രംഗങ്ങളിലും ശക്തമായ സാന്നിധ്യമാവുകയാണ് ഓരോ മേഖലകളായി വിവിധ ഘടകങ്ങളായി പ്രവർത്തിക്കുന്നതിലൂടെ. രാഷ്ട്രസേവനത്തിൻ്റെ ചിന്തകളാണ് സ്വയം സേവകരിൽ ധൈര്യമുണർത്തുന്നത് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അതുപോലെ തന്നെ സ്വാതന്ത്ര്യദിന പ്രക്ഷോഭത്തിലും അതുപോലെ രാജ്യത്തിൻ്റെ മോചനത്തിൻ്റെ കാര്യങ്ങളിലും രാജ്യത്തിൻ്റെ തനത് സ്വാതന്ത്ര്യം നിലനിൽക്കുന്ന കാര്യത്തിലുമെല്ലാം തന്നെ കാര്യമായ ഇടപെടൽ നടത്തിയ ചരിത്രം ഭാരതത്തിൻ്റെ രാഷ്ട്രീയ സ്വയം സേവക സംഘത്തിനുണ്ട് എന്ന് കൃത്യമായി പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം ഓരോ കാര്യങ്ങളും എടുത്ത് ഉദാഹരിക്കുകയും ചെയ്തത്. ഹൈദരാബാദ് നിസാമിൻ്റെ കാലത്ത് ബലിദാനികളായവരെ ഓർത്തുകൊണ്ടും അതുപോലെ തന്നെ ഗോവ സ്വാതന്ത്ര്യ സമരത്തിൽ ശക്തമായ സാന്നിധ്യമായിരുന്ന RSSൻ്റെ പ്രവർത്തനങ്ങളെ കൃത്യമായി പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം RSSൻ്റെ രാഷ്ട്രീയ രംഗത്തെ, അല്ലെങ്കിൽ മാനവമോചന രംഗത്തെ, അല്ലെങ്കിൽ രാജ്യത്തിൻ്റെ സ്വാതന്ത്ര്യത്തിൻ്റെ രംഗത്തെ കൃത്യമായ ഇടപെടലുകൾ ഓർമ്മിച്ചെടുത്തു. അതുപോലെ തന്നെ അടിയന്തരാവസ്ഥ കാലത്തുണ്ടായ പീഡനങ്ങളുടെ കഥകൾ എല്ലാം തന്നെ ഓർമ്മിച്ചെടുത്ത് ആ സമയങ്ങളിലെല്ലാം രാഷ്ട്രസേവനം, രാജ്യം ഒന്നാമത് എന്ന ആശയം ഉൾക്കൊണ്ടുകൊണ്ട് ശക്തമായി പ്രവർത്തിക്കാനായതാണ് ആ നേട്ടത്തിന്, അല്ലെങ്കിൽ ഈ 100ാം വർഷത്തിലെത്തി നിൽക്കുമ്പോൾ ആ ശക്തിയുടെ ആ ഒരു ആത്മവിശ്വാസത്തിൻ്റെ ഘടകമായി നിലനിൽക്കുന്നതെന്നും അദ്ദേഹം പറയുകയുണ്ടായി. അതുപോലെ തന്നെ ആശയപരമായ ചില വിഷയങ്ങൾ, RSSൻ്റെ ആശയപരമായ വിഷയങ്ങളും അദ്ദേഹം കൃത്യമായി പരാമർശിച്ചു. തൊട്ടുകൂടായ്മയേക്കാൾ വലിയ പാപം ലോകത്തില്ല, ലോകത്ത് ഏറ്റവും വലിയ തെറ്റാണ് തൊട്ടുകൂടായ്മ എന്ന് കൃത്യമായി അദ്ദേഹം പറയുകയും അതിനെതിരായാണ് RSS എന്നും നിലപാടുകൾ സ്വീകരിച്ചിട്ടുള്ളത്. ഈ ഭേദഭാവനകളില്ലാത്ത നിലപാടാണ് സംഘത്തെ സചേതനമായി നിലനിർത്തുന്നത് എന്ന ഒരു നിലപാടും, അതായത് ആശയപരമായ നിലപാടുകളും അദ്ദേഹം കൃത്യമായി പരാമർശിച്ചു. പിന്നീട് ഭാരതത്തിൻ്റെ പുരോഗതിയുടെ പാതയിൽ, അതായത് 3ാമത്തെ മികച്ച സമ്പദ് വ്യവസ്ഥയാകാൻ പോകുന്ന ഭാരതത്തിൻ്റെ പുരോഗതിയുടെ പാതയിൽ ഊർജ്ജമാകാനുള്ള ഒരു നിലപാട് ഭാരതത്തിനും ഭാരതത്തിലെ ജനതയ്ക്കും നൽകിയത് RSS ആണ്.
ആത്മനിർഭരത അനിവാര്യമാണ്, ആത്മനിർഭരത ഒഴിവാക്കാനാവാത്തതാണ് എന്നും അദ്ദേഹം കൃത്യമായി പറഞ്ഞു. രാഷ്ട്രീയ സ്വയം സേവക സംഘം രൂപീകരിച്ചതുപോലും രാഷ്ട്രത്തിന് വേണ്ടിയാണ്, അതിനാണ് പ്രവർത്തിക്കുന്നത്, ത്യാഗത്തിൻ്റെ വഴിയിലാണ് പ്രവർത്തിക്കുന്നത്, ഭാരതമാതാവിൻ്റെ സേവനത്തിനാണ് സംഘം നിലനിൽക്കുന്നത്, സമാജത്തിൽ ആത്മവിശ്വാസം വളർത്തുന്നതിനും മാത്രം സംഘം നിലകൊള്ളുന്നു. സംഘത്തിൻ്റെ ലക്ഷ്യം ലോകവേദികളിൽ ഭാരതത്തെ ഉയർത്തിക്കാണിക്കുകയാണ്, ഭാരതത്തെ സർവ്വശ്രേഷ്ഠമായി നിലനിർത്താനാണ്. എന്ത് രാഷ്ട്രമാണോ RSS മുന്നോട്ട് വയ്ക്കുന്നത് അതിൻ്റെ കൃത്യമായ രേഖാചിത്രം തന്നെ പ്രധാനമന്ത്രി അദ്ദേഹത്തിൻ്റെ പ്രസംഗത്തിൽ വരച്ചിടുകയായിരുന്നു.